വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളുടെ +1 ഫസ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ സെക്കൻഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫുൾ സ്ട്രെങ്ത് ബാച്ചിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നത് ആർവസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വിജയമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയിട്ടുള്ള കേരള സിലബസ് +1 സയൻസ് ബാച്ചിലേക്കാണ് ഹാർവസ്റ്റ് അഡ്മിഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഹാർവസ്റ്റിന്റെ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന അഡ്മിഷൻ ടെസ്റ്റിലൂടെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക. അപ്പോൾ പബ്ലിക് എക്സാം കഴിയട്ടെ, റിസൾട്ട് വരട്ടെ എന്ന് കരുതി നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കാത്തിരിക്കും തോറും കുട്ടികളുടെ നല്ല അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോവുക. വൈകാതെ തന്നെ ഏറ്റവും മികച്ച നല്ലൊരു എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ +1 സയൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ ഇപ്പോൾ തന്നെ ചിന്തിച്ച് തുടങ്ങണം. നിങ്ങളുടെ കുട്ടി ഏത് തരത്തിലുള്ള കുട്ടിയോ ആയിക്കോട്ടെ, ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർവസ്റ്റിൽ കൊണ്ടുവരാം. അവരെ നമ്മൾ പഠിപ്പിക്കും, ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തിക്കും. +1 സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ 2 ഭാഗങ്ങളും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് തലങ്ങളിലാണ് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബാച്ച് ഹാർവസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹാർവസ്റ്റിന്റെ ചുറ്റുപാട് നിന്നുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് കുട്ടികൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാച്ചാൽ വന്നു പോകാൻ പറ്റുന്ന ഡേ സ്കോളിംഗ് സംവിധാനം ഹാർവസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ വൈകരുത്, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച അവസരം കിട്ടണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് തന്നെ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുക. അപ്പോൾ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഹാർവസ്റ്റിലുണ്ട്. ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഞായറാഴ്ച നിങ്ങൾ ക്യാമ്പസിൽ വരിക, കൃത്യമായിട്ട് ആ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ചെയ്താൽ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ കണ്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് അഡ്മിഷന്റെ കാര്യങ്ങൾ കൺഫേം ചെയ്യാവുന്നതാണ്.